ഇച്ചിരി അക്രമാസക്തരായിട്ടുള്ള ആൺകുട്ടികളെ പ്രേമിക്കുന്ന പെൺകുട്ടികളുണ്ട്. അവർക്ക് അതാണ് ഹീറോയിസം എന്ന് പറയുന്ന സാധനം. അത് എങ്ങനെ പേരൻസിന് ഉൾക്കൊള്ളാൻ പറ്റും? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനാണ് ആദ്യം വരുന്നത്. കുട്ടിയുടെ ഇമോഷൻസ് അല്ല അവിടെ പ്രശ്നം. സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ, ടീച്ചേഴ്സിൻ്റെ പ്രശ്നം, അവരുടെ ഈഗോ. ഒരു 90% ടീച്ചേഴ്സ് കൗൺസിലിങ്ങിന് സപ്പോർട്ട് തരുമെങ്കിൽ 10% എന്ന് പറയുന്നത് വളരെ ഹൊറിബിളാണ്. വീട്ടിലും അതെ കോളേജിലും ഒക്കെ ആണെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു അശ്ലീലം എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോഴും നിലവിലുണ്ട്. ചില കാര്യങ്ങൾ കുട്ടികൾ വന്ന് പറയുമ്പോൾ പാരൻസിന് ഇതിനകത്തൊരു വലിയൊരു റോൾ ഉണ്ടായിരിക്കും. കുട്ടി എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളത്. ചിലപ്പോൾ അബ്യൂസ് ചെയ്യുന്നത് അമ്മയുടെ കാമുകനായിരിക്കും. ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ മാത്രം ഇതിൽ നിർത്തരുത്. പെൺകുട്ടികളും ഇതേപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായ കല മോഹനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. കല മാം, വെൽക്കം ടു ദ ഷോ. മാം, ഇപ്പം പുതുതലമുറയെ പറ്റി പറഞ്ഞു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം റിലേഷൻഷിപ്പ് വിഷയങ്ങളിൽ ഏറ്റവും ആദ്യം ഒരു ഫാമിലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികളെ മനസ്സിലാകുന്നില്ല. നമ്മൾ രാവിലെ ഒന്ന് എഴുന്നേൽക്കുന്നില്ലേ എന്ന് 2 പ്രാവശ്യം ഒന്ന് ശബ്ദം ഉയർത്തി ചോദിച്ചാൽ നെഗറ്റീവ് ആക്കല്ലേ എന്ന് പറയുന്ന കുട്ടികളാണ് കൂടെ ഉള്ളത് അധികം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പൂർണ്ണമായി മനസ്സിലാകുന്നില്ലെന്ന് നമ്മൾ കരുതുന്ന കുട്ടികൾ. പലപ്പോഴും വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരെ പേടിച്ച് ജീവിക്കണോ, ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള തരം പിള്ളേരെ അല്ല എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പം മാം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് കൗൺസിലറും കൂടെ ആയിട്ട് ഒരു ആർട്സ് കോളേജിൽ 10 വർഷം ഉണ്ടായിരുന്നു. ആർക്കിടെക്ചർ കോളേജ്, ലോ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ 3-4 സ്കൂൾസ്. കറക്റ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. 7 വർഷം ഇതെല്ലാം പാർട്ട് ടൈം ആയിട്ടായിരുന്നു. എൻ്റെ എപ്പോഴും ഒരു പാർട്ട് ടൈം ഏതെങ്കിലും ഒരു സ്കൂളോ കോളേജോ ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം വരെ. അപ്പം ഇത്രയും വർഷത്തെ ഇതിൽ നിന്ന് ഞാൻ അടിവരയിട്ടൊരു സാധനം എന്ന് വെച്ചാൽ, നമുക്ക് കുഞ്ഞുങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഒരു 19-20 വയസ്സ് വരെ നമ്മുടെ ക്ഷമ പോലിരിക്കും അവരെ വാർത്തെടുക്കുന്നത്. ക്വാളിറ്റി ടൈം, പിന്നെ നമ്മുടെ ക്ഷമ. നമ്മളൊരു അവാർഡ്, ഒരു ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ ഒക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ നമ്മളവർക്ക് ഭയങ്കര വെൽക്കം അല്ലേ കൊടുക്കുന്നത്. ചേർത്ത് പിടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, പിന്നെ എല്ലാവരും വിളിച്ചു. ഇതേ സംഭവം അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് വിളിച്ചാൽ, കോളേജിലോ സ്കൂളിലോ അവരെ വിളിച്ചാൽ നമ്മുടെ പാരൻസിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? നമുക്ക് ആ ഒരു അവരിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു മക്കളെന്ന് വെച്ചാൽ നമുക്ക് അഭിമാനം തരാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്ട്സ് ആണ്. ഓക്കെ, അപ്പം അതിൽ നിന്ന് മാറ്റി ഒന്ന് ചിന്തിച്ചാൽ നമ്മളും എങ്ങനെയായിരുന്നു? പെർഫെക്റ്റ് ആണോ? ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? ഇല്ല. പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ഇല്ല. അപ്പം നമുക്കൊരു ഗുഡ് പാരൻ്റ് ആവാനേ മാക്സിമം പറ്റത്തുള്ളൂ. ഗുഡ് പാരൻ്റ് ആണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിലും അവന് അല്ലെങ്കിൽ അവൾക്ക് മോശമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു വ്യക്തിത്വം കിട്ടും. പക്ഷെ നമുക്ക് നല്ല ക്ഷമ വേണം. കാരണം നമ്മളെപ്പോഴും കഴിഞ്ഞ ജനറേഷനിലെ ആളുകളുടെ രീതിയിലോട്ട് ഇന്നത്തെ കുട്ടികളെയാണ് ശ്രമിക്കുന്നത്. നാളത്തേക്കല്ലേ അവരെ വാർത്തെടുക്കേണ്ടത്. നാളത്തെ തലമുറ എന്ന് പറയുമ്പോൾ ആ കൺസെപ്റ്റ് തന്നെ കോൺസെപ്റ്റ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളിപ്പോഴും നമ്മുടെ പേരൻസ് പണ്ട് പറഞ്ഞ പോലെ, അന്ന് അവരെ നമ്മൾ പുച്ഛിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൻസിൽ ഒടിഞ്ഞാൽ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും അത് പറയുന്നുണ്ട്. അത് വേറെ രീതിയിൽ നമ്മൾ അവരോട് പറയുന്നുണ്ട്. വാശിയെല്ലാം കൂട്ടി നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുന്ന എത്ര പേരൻസ് ഉണ്ടാവും? പേടിയല്ലേ എക്സ്പ്രസ് ചെയ്യാൻ, സ്നേഹം എക്സ്പ്രസ് ചെയ്ത് മുന്നോട്ട് പോയാൽ തിരിച്ച് ടെൻഷൻ ഇല്ലാതെ കാലം മുന്നോട്ട് ചെയ്യുക. നമ്മളവരുടെ 24 hours കൂടി ഇരിക്കണ്ട, പക്ഷേ അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക. ഒരിക്കലും നമുക്ക് അവരുടെ ബെസ്റ്റ് ഫ്രണ്ടൊന്നും ആവാൻ പറ്റത്തില്ല. അത് വെറുതെയാണ്. കാരണം അവർ വളരുന്ന അവരുടെ ഹോർമോണൽ ചേഞ്ചസ് അനുസരിച്ച് അവർക്ക് വേണ്ടത് അവരുടെ പിയർ ഗ്രൂപ്പും അല്ലെങ്കിൽ കുട്ടിപ്രേമങ്ങളും അതൊക്കെ തന്നെ അവർക്ക് വേണ്ടത്. നമുക്ക് പക്ഷേ ക്വാളിറ്റി ടൈം കൊടുക്കാം. അവർ ഈ പെടുന്ന റിലേഷൻഷിപ്സൊക്കെ ടോക്സിക് ആവാതെ നോക്കാനും എന്തും നമ്മുടെ അടുത്ത് വന്ന് പറയാനും അല്ല, അതാണല്ലോ ബേസിക്കലി നമ്മളിപ്പം ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയാണ്. ഇപ്പം എൻ്റെ കുട്ടി മോളോ മോനോ ആയിക്കോട്ടെ എന്നോട് എല്ലാം വന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നാണ് നമ്മൾ പാരൻസ് കരുതുന്നതാണ്. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ടൊന്നും ഒരിക്കലും ഒരു പാരൻറ്റിനാവാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് എന്തും വന്നാലും ഓടി നമ്മുടെ മടിയിൽ വന്ന് കിടന്ന് ദേ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാനുള്ളൊരു സാധനം അത് വേണം.
ഒരു 10 വയസ്സിനകത്തൊക്കെ അല്ലേ ഉള്ളൂ അവർക്ക് നമ്മുടെ കൂടെ ഇരുന്ന് കളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ അവർക്ക് നമ്മളെ സത്യത്തിൽ ഇപ്പോഴും നമുക്ക് ഫ്രണ്ട്സിനെ ബോറടിക്കുമോ? ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഇല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ നമ്മൾ അതുകൊണ്ട് ആ ഒരു ചിന്ത മാറ്റുക. അവർ ഫ്രണ്ട്സ് ആണെന്നുള്ള ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ സൗഹൃദം വേണം. ഏത് ബന്ധത്തിനും സൗഹൃദം വേണമല്ലോ. അല്ലാതെ ഈ ലോകത്ത് അവനൊരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ, അവൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ, ഞാനാണ്, അങ്ങനെയല്ല. സൗഹൃദമുണ്ട്. ഏത് റിലേഷനും ഉള്ള പോലെ മക്കളുമായിട്ടൊരു സൗഹൃദമുണ്ട്. പക്ഷേ അവർക്കൊരു സ്പേസ് കൊടുക്കുക. പക്ഷേ ആ സ്പേസിൽ നിന്നുകൊണ്ട് എന്ത് വന്നാലും നമ്മളോട് വന്ന് പറയാൻ പറ്റണം. അവിടെ ഒരു കംഫർട്ട് സോണായി മാറുക എന്നുള്ളതാണ്. എൻ്റെ ഇപ്പം എനിക്കെൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നൊരു സാധനം വന്നാൽ, ബലം കിട്ടിയാൽ അവരാ തെറ്റിന്ന് മുന്നോട്ട് വരും. അപ്പോൾ മുന്നോട്ട് വരും. തിരുത്തി മുന്നോട്ട് വരാനുള്ള തരത്തിൽ പാരന്റിങ്ങിന്റെ സ്റ്റൈൽ മാറണം. എന്ന് വെച്ചാൽ പാരന്റിങ്ങിനൊരു സിലബസ് ഇല്ല. ഒന്നാമത് നമ്മൾ അത് ഒരു പാരന്റ് ആവുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രോസസ്സാണ്. അത് നമ്മൾ ആ കുട്ടി നമ്മളുമായിട്ട് ഇപ്പോൾ നമ്മളുടെ ഒരു ഇത് മാത്രമല്ല, നമ്മളുടെ പാർട്ട്ണറിൻ്റെ ജീനുണ്ടാവും, അവരുടെ പേരൻസിൻ്റെ ജീനുണ്ടാവും, നമ്മുടെ പേരൻസിൻ്റെ, നമ്മുടെ സിസ്റ്റർ. ഇപ്പം ആ കുട്ടി എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ഒരാളല്ല, പുതിയ ഒരാളായിരിക്കും അല്ലേ? അപ്പം നമ്മൾ അതിനെ ശരിക്കും കണ്ടീഷൻ വെച്ച് സ്നേഹിക്കുന്നത് പേരൻസാണ്. അൺകണ്ടീഷണൽ ലവ് നമ്മൾ പറയുന്ന പോലെ അൺകണ്ടീഷണൽ അല്ല. അങ്ങനല്ല. നമ്മൾ ദൈവങ്ങളെപ്പോലെ പാരൻസിനെ കാണണം. ദൈവങ്ങളെപ്പോലെ കാണണമെങ്കിൽ അത് അൺകണ്ടീഷണൽ ലവ് ആയിരിക്കണം. ഏറ്റവും കൂടുതൽ കണ്ടീഷൻ വെച്ച് നീ നന്നായിട്ട് പഠിച്ചാൽ, നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, കണ്ടീഷൻസ് അല്ലേ ഉള്ളൂ. നമ്മൾ സാധാരണ മനുഷ്യരാണ്, അവരും സാധാരണ മനുഷ്യ കുഞ്ഞുങ്ങളാണ്. പക്ഷെ പ്രതീക്ഷ ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന കുട്ടിയുടെ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയണം. നമ്മൾ ഇപ്പം വിചാരിക്കുന്നത് ശരിയാണെന്നല്ല, ഒരു ഭാവിയെ പറ്റിയൊന്നും ഒരു ചിന്തയില്ല കുട്ടികൾക്ക്, ഒരു കൺസേണില്ലോ. ഞാനൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ അല്ലായിരുന്നു, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, സമയത്ത് ഇന്നത് ചെയ്യണമെന്നില്ല, എന്തിനും കുളിക്കണം, പല്ല് തേക്കണം പോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പിള്ളേർ കൃത്യസമയത്ത് ചെയ്യുന്നില്ല. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും അൺസിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും സ്വാഭാവികമായിട്ടും. അപ്പം അത്തരം കൺസേൺ ഒക്കെ ആയിട്ട് നമ്മൾ കുട്ടികളോട് സംസാരിച്ചാൽ പിള്ളേരെ നമ്മളെ കേൾക്കുകയുമില്ല, അവർ മൈൻഡ് ചെയ്യില്ല. പക്ഷെ അത് ആക്ച്വലി ഒരു കൺസേൺ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ഞാൻ പറഞ്ഞു. അപ്പം എനിക്ക് മകളുണ്ട്, അവൾ എപ്പോഴും പറയും അമ്മ എന്നെ കൗൺസിൽ ചെയ്യാൻ വരരുതെന്ന് പറയും. അവൾക്ക് ഞാൻ അമ്മ മാത്രമാണ്. ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ കൗൺസിലേഴ്സിന് എല്ലാ സ്കൂൾസിലും ഒക്കെ ഉണ്ടെങ്കിലും വേണ്ടുന്ന പ്രാധാന്യമില്ല. കാരണം ഇതിനൊരു പീരീഡായിട്ടൊന്നുമില്ല. നമ്മളെ എപ്പോഴാണ് വിടുന്നതെന്നറിയോ? ഒരു ടീച്ചർ വന്നില്ലെങ്കിൽ അപ്പോൾ. പിന്നെ ഞാൻ വർക്ക് ചെയ്തിടത്തൊക്കെ എനിക്കൊരു കൗൺസിലിംഗ് സെല്ലാം ഉണ്ടായിരുന്നു. വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളെ നമ്മൾ അവരുടെ അടുത്ത് നല്ല അങ്ങ് ഓപ്പണാവും. നല്ല ഓപ്പണായി നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പറ്റിയ തെറ്റുകൾ നമ്മൾ പറയില്ല പലപ്പോഴും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഞാൻ എൻ്റെ പിള്ളേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. എൻ്റെ കുരുത്തക്കേടുകൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എൻ്റെ കുട്ടികൾക്കായിരിക്കും. ഞാനിതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു സാധനം ട്രസ്റ്റ് ഉണ്ടാവും. അവർക്ക് നമ്മളായിട്ടൊരു റാപ്പോ വരും. ഇപ്പം എൻ്റെ മോക്ക് ഞാൻ ജനിച്ചെന്ന് തൊട്ടേ ഉള്ള കാര്യങ്ങൾ അറിയാം. അപ്പം ഇത് പേരൻസിൻ്റെ കുറ്റമല്ല, അവർക്ക് അന്നത്തെ കാലത്ത് ഈ ഒരു ഇമോഷൻ ഇപ്പം ഇങ്ങനൊന്നും അവർ കണ്ട പിള്ളേരൊന്നും ഇങ്ങനല്ല. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യം ഇപ്പം ഞാനൊരു കാര്യം പാരൻ്റ് എന്നുള്ള രീതിക്ക് പറഞ്ഞതാണ്. അല്ലാതെ ഇപ്പം നമ്മൾ ഇപ്പോൾ സിനിമകളായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാർത്തകളായിട്ടാണ് മറ്റുള്ളവരിലൂടെയൊക്കെ അറിയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പ് ഇഷ്യൂസിനെ പറ്റി നമ്മൾ ധാരാളമായിട്ട് കേൾക്കാറുണ്ട്. കുട്ടികളുടെ ഇടയ്ക്കുള്ള കാര്യമാണ് ഞാൻ പ്രത്യേകിച്ചും പറയുന്നത്. ഇപ്പം ഈ അടുത്തൊക്കെ അറിയ സിനിമകളൊക്കെ റെഫറൻസ് വെച്ചാൽ പഴയ സിനിമകളുണ്ടില്ല എന്നല്ല, ഇപ്പം നാരായണിൻ്റെ 3 ആൺമക്കൾ എന്നുള്ള സിനിമയിൽ വരുന്ന റെഫറൻസ്, പിന്നെ ഫാലിമി പറഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു കോമഡി എന്നുള്ള മൂഡിൽ വന്നിട്ടുള്ള മൂവിയാണെങ്കിലും അതിനകത്തുമൊക്കെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഒരു എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള മര്യാദ കാണിക്കാത്ത, മൊറാലിറ്റി കീപ്പ് ചെയ്യാത്ത, എന്നിട്ട് അത്ര ഒരു ചിത്രം ഇറങ്ങിയിരിക്കുന്നത് പോലും ബാക്കിയുള്ള മനുഷ്യരെയും കൂടെ വെറുതെ വഴിതെറ്റിക്കാനാണെന്നൊക്കെയുള്ള രീതിക്കാണ്. പക്ഷേ ഇത്തരം ഇഷ്യൂസൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? എങ്ങനെയാണ് മാം അതിനെ കാണുന്നത്? ഇതൊക്കെ എല്ലാ കാലത്തും സത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അത് കുറച്ചും കൂടി എക്സ്പോഷറുണ്ട്, കുറച്ചും കൂടി ഇങ്ങനത്തുള്ള സംഭവങ്ങൾക്ക് അറിയാനും എക്സ്പോഷറുണ്ട്,
കുട്ടികളിലോട്ട് അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ക്വാളിറ്റി ടൈം കൊടുക്കാനില്ല കുഞ്ഞുങ്ങൾക്ക്, സ്കൂളിലില്ല. പണ്ടൊക്കെ നമുക്ക് മോറൽ സയൻസ് പീരീഡ് ഉണ്ടായിരുന്നു, ഓക്കെ, ഡ്രിൽ പീരീഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു സാധനവും ഇല്ല. അവരുടെ ഒരു എനർജി റിലീസ് ചെയ്യാനുള്ള, പിന്നെ അവർക്ക് ഹോർമോൺസ് ഇപ്പോൾ എല്ലാവർക്കും നേരത്തെയാണ് പ്യൂബേർട്ടി, ആണിനാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും നേരത്തെയാണ് പ്യൂബേർട്ടി. അപ്പം അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ, അത് പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷെ അവർക്കുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് കിട്ടുന്നത്. സെക്സ് എന്താണെന്നുള്ളത് പോൺ മൂവീസ് വഴിയാണ് ഇവർ എടുക്കുന്നത്. പിന്നെ പേരൻസിൻ്റെ ഫോൺ യൂസ് ചെയ്യാൻ, നിനക്ക് ഫോൺ വേണ്ട, പേരൻസിൽ ഈ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുള്ള പേരൻസിൽ പുരുഷന്മാരെ എടുക്കാം. ഈ ഇങ്ങനത്തെ പോൺ സാധനങ്ങൾ മാത്രം വരുന്ന ഗ്രൂപ്പ്സ് ഇല്ലേ മിക്കവാറും ആണുങ്ങൾക്ക്. പല കുഞ്ഞുങ്ങളും ആദ്യം ഇത് കണ്ടിട്ടുള്ളത് അച്ഛൻ്റെ വാട്സപ്പിൽ നിന്നൊക്കെ തന്നെയാണ്. അപ്പൂപ്പന്മാരുടെ വാട്സപ്പിൽ നിന്ന് കിട്ടിയെന്നും നാളൊരു കുഞ്ഞ് 9th ഒരു കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ അമ്മ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറയാൻ പറ്റത്തില്ല, കാരണം പുള്ളിക്കാരുടെ അച്ഛൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ ശരിക്കും തെറ്റ് പറ്റത്തില്ലെന്നല്ല, തെറ്റ് പറ്റും, കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ മെനക്കെടണം. കൗൺസിലിംഗ് ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ, പക്ഷേ അതിന് വേണ്ടുന്ന അംഗീകാരമില്ല. എല്ലാ സ്കൂൾസിലും കോളേജസിലും ഉണ്ട്, അംഗീകാരമില്ല. കുറേ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനാണ് ആദ്യം വരുന്നത്. കുട്ടിയുടെ ഇമോഷൻസ് അല്ല അവിടെ പ്രശ്നം, സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ, ടീച്ചേഴ്സിൻ്റെ പ്രശ്നം, അവരുടെ ഈഗോ, ഇതൊക്കെ കൂടി ഒരു 90% ടീച്ചേഴ്സ് കൗൺസിലിങ്ങിന് സപ്പോർട്ട് തരുമെങ്കിൽ 10% എന്ന് പറയുന്നത് വളരെ ഹൊറിബിളാണ് നമുക്ക്. പിന്നെ അതുപോലെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും, കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ റിപ്പോർട്ട് ചെയ്യാനും പേടിയാണ്. കാരണം ഈ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ തന്നെ പ്രോബ്ലം ഉള്ളവരുണ്ട്. ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നൊരു സാധനത്തിൻ്റെ എന്താണ് കൗൺസിലിംഗ് എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല, ഉപദേശമാണെന്നാണ് വെപ്പ്. ഇപ്പം ഈ ലെസ്ബിയൻസ് ഉണ്ട്, ബൈസെക്ഷൽസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു, കല്യാണം കഴിഞ്ഞിട്ടാണ് ഇത് പ്രഖ്യാപിക്കുന്നത് ഞാൻ ലെസ്ബിയനാണ്. കല്യാണത്തിന് മുമ്പ് അവൾക്ക് പറയാൻ പറ്റിയില്ല, ഇവർ വാശിയെടുത്ത് കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോടാണ് പറയുന്നത് ലെസ്ബിയൻ. അപ്പോൾ ഇവളെ ഭയങ്കര ഇഷ്ടം. പേരൻസിനാണെങ്കിൽ അത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല, ഇങ്ങനൊരു സാധനം ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. എനിക്ക് പേരൻസിൻ്റെ അവസ്ഥ മനസ്സിലാവും, എനിക്ക് നന്നായിട്ട് മനസ്സിലാവും, നമുക്ക് സങ്കടമാവും. പക്ഷേ അതെങ്ങനെ കൗൺസിലിങ്ങിൽ മാറ്റാൻ പറ്റും? അല്ല മാം, ബേസിക്കലി ഈ പറയുന്ന സെക്ഷൽ ഓറിയൻറ്റേഷൻ ഞാൻ ലെസ്ബിയനാണ്, ഞാൻ ഗേ ആണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് പ്രഖ്യാപിച്ചാലും പ്രഖ്യാപിച്ചില്ലെങ്കിലും അത് അങ്ങനെ സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാളെ എന്തെങ്കിലും തരത്തിൽ, ഏതെങ്കിലും കൗൺസിലിങ്ങിലൂടെയോ വേറെ ഏതെങ്കിലും തരത്തിലോ അവരെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് മനുഷ്യർ ഇപ്പം ചില കുട്ടികൾ വന്ന് എൻ്റെ അടുത്ത് പറയും, മാം ഞാൻ ഇതാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ ഇപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് തീരുമാനം എടുക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരു 19-20 വയസ്സൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം, അങ്ങനെ പറയും. അത് കാരണം അവർക്ക് അപ്പം ഹോർമോൺസിൻ്റെ ഭയങ്കരമായ ഒരു കത്തലുണ്ട്. അപ്പം ഓപ്പോസിറ്റ് സെക്സിനോട് പേടി, അപ്പം സെയിം സെക്സ് ആവുമ്പോൾ ഇതാണ് സംഭവം എന്ന് അവരെടുത്തോട്ട് ഞാനങ്ങ് പറയും. അപ്പോൾ അവർ ചിന്തിക്കും. ഒരു പയ്യൻ്റെ കേസ് ഇത്, അവൻ ശരിക്കും ഹോമോ തന്നെയാണ്, അവന് ഒരിക്കലും പറ്റത്തില്ല. അവൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, ഒന്നെങ്കിൽ അവനൊരു പെണ്ണിനെ പ്രേമിച്ചിട്ടൊരു പെണ്ണിനെ കെട്ടണം, അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യണം, അവൻ ആത്മഹത്യ ചെയ്തോട്ടെ. കാരണം ഇങ്ങനൊരു മകൻ എൻ്റെ മകനായിട്ട് ഭൂമിയിൽ വേണ്ട. അപ്പോൾ ഈ മെച്യൂരിറ്റിയും ഈ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുന്നത് പിള്ളേർക്ക് മാത്രം വിഷയമല്ല. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞില്ലേ, നമുക്കിതിപ്പം എനിക്കൊരിക്കലും ആ പേരൻസിനോട് എന്താ പറയുക, അവരെ ഞാൻ മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലത് സംഭവിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അപ്പോഴേ നമുക്കറിയൂ. ആയിരിക്കാം, പക്ഷെ അപ്പോഴും ആത്മഹത്യ ചെയ്തോട്ടെ എന്നൊക്കെയുള്ള രീതിക്ക് അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ മകളുടെ കാര്യത്തിൽ ഞാൻ അമ്മ മാത്രമാണ്. എനിക്ക് അവൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പേടിയാണ്. പക്ഷെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ഞാൻ പറയും ഡ്രൈവിങ് ചെയ്യണം എന്ന് പറയും.
എൻ്റെ മകളുടെ കാര്യത്തിൽ ഞാൻ വളരെ ഭയങ്കര ഓവർ പ്രൊട്ടക്ഷനാണ്. പിന്നെ എല്ലായിടത്തും വിടും, എവിടെ പോണെങ്കിലും ഞാൻ വിടും, പക്ഷെ കൂടെ ഞാനും കാണും. ഇപ്പോഴല്ല, ഇപ്പോൾ 23 വയസ്സായി, അതിന് ഒരു 20 ഡിഗ്രി ഫൈനൽ ഇയർ വരെ എവിടെ പോകണോ എല്ലായിടത്തും വിടും, പക്ഷെ ഞാനിവിടെ കാണും. ഇത് എന്തുകൊണ്ട് സൈക്കോളജിസ്റ്റാണ്, പക്ഷേ ഞാൻ എൻ്റെ മകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അപ്പം നമ്മളുടെ വീട്ടിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അപ്പം മാത്രമേ നമുക്കറിയൂ. പക്ഷേ ഒരു കൗൺസിലറിൻ്റെ റോളിലിരിക്കുമ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെ മുന്നിൽ വരുന്ന ക്ലയൻസിനെ ആത്മഹത്യയിലോട്ട് തള്ളിവിടാതെ ജെന്യൂനായിട്ടുള്ള ഉത്തരം കൊടുത്ത് സമാധാനിപ്പിച്ച് വിടുക എന്നുള്ളതാണ്. നമ്മൾ എത്ര വിശന്നാലും അഴുകിയ ഭക്ഷണം കഴിക്കില്ല, ഓടയിൽ നിന്ന് വരുന്ന വെള്ളം ദാഹിച്ചെന്ന് എടുത്ത് കുടിക്കില്ല. ഇതേ സാധനമാണ് സെക്സിലും. പക്ഷെ നമ്മൾ വീട്ടിലോ ടീച്ചേഴ്സ് പോലും ഇത് നമ്മൾ ഈ പറയുന്ന പോലല്ല. വീട്ടിലും അതെ, കോളേജിലും ഒക്കെ ആണെങ്കിലും ഇതിനൊരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു അശ്ലീലം എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോഴും നിലവിലുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ്റെ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലാണ് എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഉണ്ടോ മാം? സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞാൽ അതാത് പ്രായത്തിൽ ഇപ്പം 6ാം ക്ലാസ് തൊട്ട് കുട്ടികൾ മുതിർന്ന് പ്യൂബർട്ടിയൊക്കെ എത്തുന്നുണ്ട്. നമ്മൾ അന്നേരം കയറി എല്ലാം ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. അതായത് ഒരു പീരീഡ് വേണം. മോറൽ സയൻസ് എന്ന് വേണ്ട, ആ പേരങ്ങ് മാറ്റാൻ നമുക്ക്. ഞങ്ങളൊക്കെ രണ്ടും കരിയേഴ്സിനും പോയിട്ടുണ്ട്, മോറൽ സയൻസിനും പോയിട്ടുണ്ട്. നമുക്കങ്ങനെ ജാതിയും മതമൊന്നും അന്നില്ല. ഇപ്പോഴങ്ങനല്ല. ജാതിയും മതമൊക്കെ കുട്ടികളിൽ ഒരുപാട് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊക്കെ ഉള്ളിലുള്ളതാണോ? അല്ല, തമ്മിൽ തല്ലാൻ വേണ്ടി അടിച്ചേൽപ്പിക്കുന്നതല്ലേ. പണ്ടൊന്നും ഇത്ര ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു പീരീഡ് കൊടുത്തിട്ട് ഡ്രഗ്സിൻ്റെ ഉൾപ്പെടെ ഡ്രഗ്സിൻ്റെ കരിയറായിട്ട് 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാ ക്യാമ്പസിലും ഉണ്ട്. ഇതിൻ്റെയൊക്കെ കാരിയേഴ്സ് എവിടെ ഏതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഒരു ക്യാമ്പസ് അല്ല, എല്ലാ ക്യാമ്പസുകളിലും ഇതെല്ലാം ഉണ്ട്. ഇത് സ്കൂളുകാരുടെ പ്രശ്നമല്ല, ഈ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമല്ല. ഇതിനാണ് നമ്മൾ ക്വാളിറ്റി ടൈം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. കാരണം നമുക്ക് ഇതിനകത്ത് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കാകെ പറ്റുന്നത് നമ്മുടെ കുഞ്ഞിനെ ബോധവൽക്കരിക്കുക. കുറച്ചും കൂടെ വലിപ്പം സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, കുറച്ചും കൂടെ മുതിർന്ന കുട്ടികൾ, ഇപ്പം കോളേജിലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരൊക്കെ അതിങ്ങനെ തുടക്കത്തിൽ അവർക്ക് ഇഷ്ടമല്ല. പണ്ടൊക്കെ കിറുങ്ങിയിരിക്കുമായിരുന്നു ക്ലാസ്സിൽ, നമ്മളിങ്ങനത്തെ എന്ന് വെച്ചാൽ ബാക്കിൽ കിറുങ്ങിയിരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, ഹൈപ്പർ ആക്റ്റീവാണ്. ഇപ്പോഴത്തെ സാധനങ്ങളൊക്കെ അങ്ങനെയാണ്, ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങളെല്ലാം നല്ല കുട്ടികളായിട്ടിരിക്കണം, നമ്മളിത് ഇങ്ങനെ പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കില്ല. ഞാനത് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടറിനെ കൂടെ കൊണ്ടുവരും. ഈ ഹോർമോൺസ് എങ്ങനെ സെക്ഷൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ കരിയറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് ഈ പൊള്ളുന്ന വിഷയത്തിൻ്റെ മർമ്മഭാഗത്ത് നമ്മൾ കൊട്ടിക്കഴിയുമ്പോൾ അവർക്ക് ബോധം വരും. പക്ഷേ ഇതൊന്നും ഒന്ന് അറേഞ്ച് ചെയ്യാൻ നമ്മൾ ഈ പറയുന്ന പുറവേ നടക്കണം. ഞാൻ പിന്നെ കഴിഞ്ഞ വർഷത്തോടെ എല്ലാം ഇങ്ങനെ ഫ്രീലാൻസിങ് കംപ്ലീറ്റ് നിർത്തി. ഇനിഷ്യേറ്റീവുകൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്, ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവണം. കാരണം ഒരു ക്യാമ്പസിൻ്റെ പ്രശ്നമല്ല, എല്ലാ ക്യാമ്പസിലും ഉള്ളതാണ്. കാരണം അധ്യാപകർക്ക് ഒരു 90% അധ്യാപകരും ഇതിന് വേണ്ടിയിട്ട് പൊരുതാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് ഭയങ്കര വർക്ക് ലോഡാണ്. ഇതിനൊരു സിലബസിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്ന് ഇത് സംസാരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, നമ്മളല്ലാതെ പിടിച്ചിരുന്ന് ഇതൊക്കെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് ആ ടൈപ്പ് ഒന്നും നടക്കില്ല. തെറ്റും ശരിയെന്നുള്ള നേരിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയാലില്ല. പക്ഷെ നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിപ്പം ബന്ധങ്ങൾ ടോക്സിക് ബന്ധങ്ങൾ തന്നെ. ചിലപ്പം 2 പേര് അതിൽ ഒരു പെൺകുട്ടികളുടെ കേസ് എടുത്താൽ ഒരാൾ ബൈസെക്ഷലായിരിക്കും, ഒരാൾ ലെസ്ബിയനുമായിരിക്കും. ഇവർ തമ്മിൽ പ്രണയമാണ്. ഈ ബൈസെക്ഷൽ എന്ന് പറയുന്ന ആൾ ഒരു ആൺകുട്ടിയെ കാണുമ്പം അവൾ അങ്ങോട്ട് പോവും, ഈ കുട്ടി തകർന്ന് തരിപ്പണമാവും. ലെസ്ബിയൻ, അവൾ പൂർണ്ണമായും ലെസ്ബിയൻ ആണല്ലോ, ഭയങ്കര ഡെപ്തിലായിരിക്കും ഇവരുടെ റിലേഷൻ. മാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പം നോർമലി
ഇപ്പം പണ്ട് നമ്മൾ ഇത്തരം കേസ് സ്റ്റഡീസ് ഒന്നും നമ്മൾ ഇപ്പം മാം പറഞ്ഞ പോലെ ഇപ്പം തന്നെ മാം കുറേ കേസുകൾ പറയുന്നു. ഇങ്ങനത്തെ കേസ് സ്റ്റഡീസിൽ ഒരു പക്ഷേ ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കേൾക്കാനുള്ള സാധ്യത കുറവാണ്. കാലം മാറിപ്പോയി, കാലം ചീത്തയായി പോയി എന്ന് പറയുന്നതാണോ സത്യം? അതോ നമ്മൾ ഈ കോവിഡിൻ്റെ കേസൊക്കെ പറഞ്ഞ പോലെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യാനും കൂടുതലായി ഒരു കൗൺസിലിംഗ് എടുക്കാനും ഇപ്പോഴത്തെ കുട്ടികൾ തയ്യാറാകുന്നതാണോ ഈ നമ്പറുകളുടെ കാര്യത്തിൽ? പണ്ടത്തെ കാലം ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു സാഹചര്യമല്ല. ഇപ്പം മൊബൈൽ എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ കാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും ഇതൊക്കെ ചെയ്തേനെ. ഓക്കെ, സാഹചര്യത്തിൻ്റെ വ്യത്യാസം മാത്രമാണ്. മാം അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഇപ്പം പ്രണയവിവാഹങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇപ്പം പഴയ പോലെ ഒന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും മാതാപിതാക്കൾ പല കാരണങ്ങൾ കൊണ്ടും ആ ഒരു പ്രണയവിവാഹത്തെ എതിർക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഉപദേശിക്കാൻ എളുപ്പമാണ്, നിൻ്റെ വീട്ടിൽ നടന്ന കാര്യമല്ലേ, എൻ്റെ വീട്ടിൽ നടന്ന കാര്യമില്ലേ, നിൻ്റെ വീട്ടിലാണ് നടന്നിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയില്ലായിരുന്നു, അനുഭവം വരുമ്പോഴല്ലേ അറിയുള്ളൂ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ തന്നെ. അത്തരം കേസുകൾ മാമിന് ഇപ്പോഴും വരാറുണ്ടോ? അത്തരം കേസുകൾ മാം എങ്ങനെയാണ് ഡീൽ ചെയ്യാറുള്ളത്? പ്രണയവിവാഹം അത് ഈ പറഞ്ഞ കണക്ക് പാരൻസ് ചിലതൊക്കെ അവർ പറയുന്നത് വളരെ ജെന്യൂൻ കാര്യങ്ങളായിരിക്കും. ഇച്ചിരി അക്രമാസക്തരായിട്ടുള്ള ആൺകുട്ടികളെ പ്രേമിക്കുന്ന പെൺകുട്ടികളുണ്ട്. അവർക്ക് അതാണ് ഹീറോയിസം എന്ന് പറയുന്ന സാധനം. അത് എങ്ങനെ പേരൻസിന് ഉൾക്കൊള്ളാൻ പറ്റും? അപ്പം ഈ കുട്ടി നമ്മളോട് പറയുന്നത് എന്ന് വെച്ചാൽ അവൻ ഭയങ്കര ഉശിരുള്ളവനാണ്, അവളുടെ ആ ഒരു ഹീറോ സാധനം, അവരുടെ ഒരു ഇമേജ് അവർക്ക് മിക്ക പെൺകുട്ടികൾക്കും അങ്ങനെയാണ് ഇഷ്ടം, അതിനോടൊരു ആരാധനയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ മാത്രം ഇതിൽ നിർത്തരുത്. പെൺകുട്ടികളും ഇതേപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള വ്യത്യാസം, ആൺകുട്ടികളെ ഒരു മാഫിയയിൽ പെടുത്താനായിട്ട് അവർക്ക് കുട്ടി ഗുണ്ടകളാക്കി മാറ്റിയാൽ മതി. പെൺകുട്ടികൾക്ക് ഡ്രഗ്സ് കിട്ടണമെങ്കിൽ ഗുണ്ടകളല്ല ആക്കുന്നത്, അവർക്ക് കൊടുക്കേണ്ടി വരുന്നത് അവരുടെ ശരീരമാണ്. സോ നമുക്കൊരു കൗൺസിലിങ്ങിൽ ഒരു ആൺകുട്ടിയാണ് ഈ ഡ്രഗ്സിൽ നിന്ന് പിന്മാറണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് അവരെ പിടിച്ചു മാറ്റിയെടുക്കാൻ എളുപ്പമാണ്. പക്ഷെ പെൺകുട്ടിക്കാകുമ്പോൾ ട്രോമ ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അവളുടെ പാസ്റ്റ് ഭയങ്കരമായിട്ടും, അതും പലപ്പോഴും പ്രണയത്തിനകത്താണ് ഈ ചതി അവൾക്ക് സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മൾ പുറത്ത് അറിയുന്നില്ല, വലിയ കേസുകളൊന്നും അറിയുന്നില്ല, കൊച്ചു കേസുകളെ പുറത്തേക്ക് വരുന്നുള്ളൂ. പക്ഷെ മാമിൻ്റെ ഓൺ എക്സ്പീരിയൻസിലാണെങ്കിലും അത്തരം അറ്റൻഡ് ചെയ്തിട്ടുള്ള കേസുകളുണ്ട്, ഒരുപാടുണ്ട്. നമ്മൾ പുറമേക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്പേഴ്സ് എൻ്റെ അടുത്തോട്ട് ഒരു 9 മണി കഴിഞ്ഞൊക്കെ പാരൻസ് അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ അവർ VVIPകളായിരിക്കും. അങ്ങനെയുള്ള കേസുകളൊന്നും അവരെങ്ങനെ ഹാൻഡിൽ ചെയ്തു പിന്നെയെന്ന് ഞാൻ തിരക്കാറുമില്ല. അബോർഷൻ കൂടുതലാണിപ്പോൾ. അബോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ പ്രിക്വേഷൻ എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചില വിദേശികളുടെ ചില കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നത് ഇതാണ്. ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്, അബോർഷൻ റേറ്റ് എത്ര കൂടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു തരും. ഞാൻ ചോദിക്കുന്നത് അതാ, നമ്മൾ ഇമോഷണലി അവൈലബിൾ അല്ല പാരൻസ് എന്നുള്ളത് കൊണ്ട് അവർക്ക് കിട്ടേണ്ട സ്നേഹം, കെയർ, ഒരു കരുതൽ ഇതൊന്നും കിട്ടാതെ പോകുന്നത് കൊണ്ടാണോ നമ്മളിൽ നിന്നൊക്കെ ഇത്ര അകന്ന് ഒരു ഒരു പ്രഗ്നൻസിയിലേക്ക് എത്തി, അതും ഇതുപോലെ ആരെ അറിയിക്കാതെ? അതെ, നമ്മളെ ക്വാളിറ്റി ടൈം കുറയുന്നതുകൊണ്ടാണ്. പഴയ പാരന്റിങ് സിസ്റ്റം തന്നെ നമ്മളെ മാതിരിയുള്ളവർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നു. നമ്മൾ അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ റിക്വയർമെന്റ് അനുസരിച്ച് മാറണം അല്ലേ? അതായത് എൻ്റെ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നിട്ട് അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് വന്നത്. കാരണം പുള്ളിക്കാരൻ്റെ പാർട്ണർ ചീറ്റ് ചെയ്തു. അങ്ങനെ പുള്ളിക്കാരൻ അതിൻ്റെ ഒരു വാശിക്ക് പുള്ളിക്കാരൻ ഡേറ്റിംഗ് ആപ്പിൽ പോയി. അപ്പം 19 വയസ്സുള്ള കുട്ടിയാണ്, ഇവനൊരു 40s ഒക്കെ കിട്ടി, വലിയൊരു ഫാമിലിയിലാണ്. 1 അവറിൽ അവർ 10,000 റുപ്പീസാണ് ചാർജ് ചെയ്തത്. അപ്പം ഇൻ്റർവെൽ ടൈമിന് പുറത്തു പോകുന്നു, തിരിച്ചു വരുന്നു. ഇതൊന്നും നമുക്ക് പാരൻറ്റിങ്ങിൻ്റെ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഉള്ളിൽ ആഗ്രഹങ്ങളാണ്, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കാരണം അത്രമാത്രം കാര്യങ്ങൾ അവർ ഈ ഇതിലൂടെ കാണുകയാണ്. അപ്പം നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മുടെ പൈസ കാണത്തില്ല, ചിലപ്പോൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടമില്ലായിരിക്കും. അപ്പോഴായിരിക്കും ഫ്രണ്ട്സ് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ആപ്പിൽ ഇങ്ങനെ ഇത് ഷുഗർ ഡാഡീസ് അവർ പറയുന്നത് അങ്ങനെയാണ്. ഷുഗർ ഡാഡി ഈ ടൈപ്പ്, അതായത് കുട്ടികളുടെ ആഗ്രഹങ്ങൾ മീറ്റ് ചെയ്ത് കൊടുക്കാൻ
പാരന്റ്സിന് സാധിക്കാതെ വരുമ്പോ ഇങ്ങനെ ഇത്ര ആപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കന്യകാത്വം പാതിവ്രതം. അപ്പൊ അവിടെ ഞാൻ പിടിക്കും. അവിടെ ഞാൻ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് പക്ഷേ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള സെക്സിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ കുട്ടികൾ വന്ന് പറയുമ്പോൾ പാരൻസിന് ഇതിനകത്തൊരു വലിയ റോൾ ഉണ്ടായിരിക്കും. കുട്ടി എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലായോ? പാരൻസിന് നല്ല റോൾ ഉണ്ടാവും. ചിലപ്പോൾ അബ്യൂസ് ചെയ്യുന്നത് അമ്മയുടെ കാമുകനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും. അപ്പം ഇത് ഈ അടുത്ത അച്ഛൻ്റെ അനിയൻ അബ്യൂസ് ചെയ്തു എന്നുള്ളൊരു അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള സംഭവം. അപ്പം നമ്മുടെ അടുത്ത് വന്ന് പറയുന്നതിന് ഇവർക്ക് താല്പര്യം കാണത്തില്ല. അപ്പം അവർ വിലക്കും പലതരത്തിൽ അല്ലേ? ഇത് എത്താതെ ഇരിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ പോക്സോ ആക്ട് വരുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ. അപ്പം ഉള്ള സംഭവം എന്ന് വെച്ചാൽ 13 വയസ്സുള്ള ഒരു കുട്ടീനെ അബ്യൂസ് ചെയ്ത കേസ് പിടിച്ചിട്ട് ആ കേസ് പിന്നെ വിളിച്ചത് ഈ കുട്ടിക്ക് 18 വയസ്സായപ്പോഴാണ്. അപ്പോഴത്തേക്ക് അവളുടെ 18-19 അപ്പോഴത്തേക്ക് അവൾ വളർന്ന് അവളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് പിന്നെ പരാതി ഇല്ല. ആൺകുട്ടികളെ അബ്യൂസ് ചെയ്ത കേസ് 10-11 വയസ്സുള്ള കുട്ടികളെ, ഇത് പോക്സോ ആക്ട് വരുന്നതിന് മുമ്പ് അത് വിളിച്ചപ്പോഴത്തേക്ക് ഇവരെല്ലാം മീശ വെച്ച വലിയ ചെക്കന്മാരെ അവർ കോടതി വന്ന് പറയുമോ അബ്യൂസ് ചെയ്തെന്ന്? കാലതാമസം ഒരു വലിയ ഇതാണ്. പിന്നെ പകുതി ഈ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളെക്കാൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന കേസുകളാണ്. അപ്പം നമുക്കൊക്കെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ശത്രുക്കളാണ്. കാരണം എല്ലാ കൗൺസിലേഴ്സിനടുത്തും ഇപ്പം നമ്മുടെ ഡ്യൂട്ടിയാണിത്. പണ്ട് ഞാനൊക്കെ ഈ പോക്സോ ആക്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ ഡ്യൂട്ടിയൊന്നുമല്ല. അപ്പം ഇങ്ങനെ ചെയ്തു, കുട്ടീനെ അബ്യൂസ് ചെയ്തു, അപ്പം നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ അങ്ങ് പോകുന്നയാ, അല്ലാതെ ധൈര്യം കൊണ്ട് പോകുന്നതല്ല. ഇതാണ് ഒരു സിസ്റ്റം എന്നുള്ള രീതിക്ക് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നു. അപ്പം നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഓരോ കേസ് വരുമ്പോഴാണ് നമ്മൾ അവെയർ ആവുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. പോക്സോ ആക്ട് വന്നതിന് ശേഷം നമ്മളിത് റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഈ കൗൺസിലേഴ്സിന് റിപ്പോർട്ട് ചെയ്യാൻ പേടി വരും. കാരണം എന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നമുക്കൊരു ശത്രു ആവുമല്ലേ. അന്ന് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അത്രയും തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷനോ അതിന് വേണ്ടി എത്രമാത്രം എഫേർട്ടാണ് ഈ കുട്ടികൾ എടുക്കുന്നത് കൗൺസിലേഴ്സ്. അങ്ങനൊന്നും ഇല്ല. ആ രീതിക്കുള്ള ഒരു അക്നോളജ്മെന്റ് കിട്ടുന്നില്ല അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് റിലേഷൻഷിപ്പ് ഈ അച്ഛൻ്റെ അമ്മയുടെയും പിന്നെ ഈ പറഞ്ഞ കണക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുമ്പോൾ നമുക്കറിയാം ഇവർക്ക് എങ്ങനെ ഈ കുട്ടികളെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണ് അധികവും വരുന്ന കേസ്. ഇവർക്ക് ഇതിനകത്ത് നിന്ന് ഒന്ന് ഒഴിഞ്ഞിട്ട് എപ്പം കുട്ടിയുടെ കാര്യത്തിലോട്ട് പോകും? മനസ്സിലായി. അതായത് ഓൾറെഡി ഒരു ഫാമിലിയിലെ എക്സ്ട്രാ മാരിറ്റൽ ഇഷ്യൂസ് നടക്കുമ്പോൾ ആ വീട്ടിലുള്ളൊരു കുട്ടിയെ വേണ്ട വിധത്തിൽ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ അല്ല. ഇമ്പോസിബിൾ ആണ്. കാരണം കുട്ടികൾ ഈ പാരൻസിന്റെ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതിനേക്കാളും നല്ലത് ഡിവോഴ്സ് ചെയ്ത പാരൻസാണ്. ഡിവോഴ്സ് ആയിട്ടുള്ള ഫാമിലിയിലുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾ, സംസാരിക്കുന്ന സ്ത്രീകൾ, സമ്പാദിക്കുന്ന സ്ത്രീകൾ, ഇവരൊക്കെ തന്നെയും ഒരു ഫാമിലി അല്ലെങ്കിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് പോകാൻ എങ്ങനെ ശരിയാകും? അവരുടെ ലൈഫ് തന്നെ അവസ്ഥ ഇതാണ്. അവർക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ സാധിച്ചിട്ടുമില്ല. അതൊരു ശരിയായ പോക്കുമല്ല അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെയാണ് ഒരു കുട്ടിയെ വളർത്തി കൊണ്ടുവരിക എന്നുള്ള രീതിക്ക്. ഞാൻ സിംഗിൾ മമ്മ. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഞാൻ ഫ്രീലാൻസാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തെങ്കിലും സെറ്റിൽമെൻറ്റ് നടക്കുമെന്നോ ഒന്നും ഒരു ഉറപ്പും ഇല്ലാതെ ഞാനും എൻ്റെ മോളും കൂടെ ഇറങ്ങി വന്നതാണ്. അപ്പം എന്തെങ്കിലും സെറ്റിൽമെൻറ്റ് നടക്കുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. ഇറങ്ങി വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അവൾക്ക് അവളുടെ അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള വഴക്കിൽ അവൾ ഇരയാവണ്ട എന്നുള്ള. പക്ഷേ എനിക്ക് ഞാൻ ഈ ക്യാമ്പസുകളിൽ നിന്നപ്പോൾ എപ്പോഴും കേട്ടിട്ടുള്ളൊരിതുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻറ്റിൻ്റെ കുട്ടിയാണെങ്കിൽ ഉടനെ പറയും അത് ബ്രോക്കൺ ഫാമിലിയിലെ കൊച്ചാ. പക്ഷേ രണ്ടുപേര് ഒട്ടും സ്നേഹമില്ലാത്ത രണ്ടുപേര് നിന്ന് വളർത്തുന്നതിനേക്കാളും നല്ലതല്ലേ രണ്ടിതിൽ. നമ്മുടെ ഓൺ എക്സ്പീരിയൻസും കൂടെ ചേർത്താണ് പറയുന്നത്. ഇതെൻ്റെ ഓൺ എക്സ്പീരിയൻസാ. ഞാൻ ചോദിക്കുന്ന സിംഗിൾ പാരന്റ് വളർത്തിയ കുട്ടികൾക്ക് ഇത്തരം ബിഹേവിയറൽ ഇഷ്യൂസോ റിലേഷൻഷിപ്പ് ഇഷ്യൂസോ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് നമ്മൾ അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? അതുപോലെ ഞാൻ നേരിട്ടിട്ടുണ്ട്. ഡിവോഴ്സ് ചെയ്തിട്ട് നിങ്ങളെങ്ങനെ കൗൺസിൽ ചെയ്യും? അപ്പോൾ ഞാൻ പറയുന്നൊരു സാധ്യതയേ ഉള്ളൂ, മഴ നനഞ്ഞ ഒരാൾക്ക് മഴയെ പറ്റി കവിത എഴുതാൻ പറ്റുമെന്ന് ഓഷോ പറഞ്ഞിട്ടില്ലേ? അത്രയേ ഉള്ളൂ. അതാണ് അതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം തോന്നുന്നു. റിലേഷൻഷിപ്പ് ഇഷ്യൂസുമായി തന്നെ കണക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഫാമിലിയിലൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ
എനിക്ക് വേറെയും ടോപ്പിക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ മേ ബി ഈ അവസരത്തിലല്ല, വേറൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഇതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാമെന്നിരിക്കുന്നു. കണ്ടതിലും സംസാരിച്ചിട്ടും വളരെ താങ്ക് യു.